പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റെഫി മാം ആണ്. മാം സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, സ്പിരിച്വൽ ഹീലർ, കൗൺസിലർ ആണ്, അതുപോലെ ബ്രീത്ത് വർക്ക് എക്സ്പേർട്ട് ആണ്. സ്റ്റെഫി മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാം. Good morning all. Morning. Good morning. Morning. Good morning. എല്ലാവർക്കും സുഖല്ലേ? അതെ അതെ, താങ്ക് യു. So, thank you. മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. ഇങ്ങനെ വലിയ മഴയല്ലേലും പെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്. യെസ്. അപ്പോ ഇനി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വീണ്ടും ഈ മന്തില് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, കുറച്ച് സമയം ആയിരിക്കാനായിട്ട് ഈ ഒരു ഏറ്റവും മോർണിംഗ് അവേഴ്സിന് ഏറ്റവും നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, മാജിക്കൽ വിൻഡോ എന്ന് പറയാം അല്ലെ. ഈ ഒരു പ്രഭാതത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാനായിട്ട് ഒരവസരം കൂടി ഒരുക്കി തന്ന പ്രപഞ്ചത്തിന് ഏറ്റവും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എസ്പെഷ്യലി സജിന മാമിനോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു കുറഞ്ഞ സമയത്ത് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇന്നലെ ആഡില് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട, നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, എന്നാൽ ഒരുപാട് തവണ നമ്മൾ കേട്ട് പരിചയമുള്ളതുമായിട്ടുള്ള ഒരു കുഞ്ഞു വിഷയം. ദ കറേജ് ടു ബിഗിൻ എഗെയിൻ. വീണ്ടും തുടങ്ങാനുള്ള, അതല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കാനുള്ള ധൈര്യം എന്ന് നമുക്ക് പറയാം അല്ലേ. ദ കറേജ് ടു ബിഗിൻ എഗെയിൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകം വളരെ തിരക്ക് പിടിച്ച് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ബിസിയാണ് അവരുടെ ലൈഫിൽ. അപ്പൊ ആ തിരക്കിനൊപ്പം ഓടിയെത്താനായിട്ട് നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മുടെ പ്രവൃത്തി മേഖലകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ അനുദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ ആ വേഗത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു ചിലർ ആ വേഗതയ്ക്ക് ഒപ്പം എത്താനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. നമുക്കറിയാം, ആരെയും കേൾക്കാനൊന്നും കൃത്യമായൊരു സമയമില്ലാതെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തില് ആ വേഗത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരും തന്നെ ഓരോ ദിവസവും നമ്മുടെ മോർണിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ മോർണിംഗ് സർക്കിളില് നമ്മൾ ഇത്രയും പേര് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മോർണിംഗ് സാധാരണ നമ്മൾ ഹറിബറിയായിട്ട് തുടങ്ങുന്നതിനേക്കാളും എന്താണ് ശരിക്കും ഈ മോർണിംഗ് സർക്കിളിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജറ്റിക്കൽ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു ദിവസം ഈ മോർണിംഗ് സർക്കിൾ സ്കിപ്പ് ആകുന്ന സമയത്ത്? വാട്ട് യു ഫീൽ? എന്താ തോന്നാറ്? ഒരു പോസിറ്റീവ് എനർജി. സ്കിപ്പ് ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അല്ലല്ല, സ്കിപ്പ് ആകുന്ന സമയത്തല്ല, അറ്റൻഡ് ചെയ്യുമ്പോൾ. സ്കിപ്പ് ആകുന്ന സമയത്ത് ഇറ്റ്സ് എ മിസ്സിംഗ് ഫീലിംഗ്, ഡൾനെസ്. സ്കിപ്പ് ആയിരുന്ന സമയത്ത് അല്ലേ. അപ്പോ രാവിലത്തെ സമയം ഏറ്റവും നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോ ഏറ്റവും നമ്മൾ പ്ലസന്റ് ആയിട്ട് ഇരിക്കേണ്ട ഈ സമയത്ത് പോലും നമ്മുടെ ലോകം പലപ്പോഴും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പലരും രാവിലെ എങ്ങനെയാണ് അവരുടെ ഓഫീസിലൊക്കെ പോകുന്നത്. പലപ്പോഴും നമ്മൾ മെഡിറ്റേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രാവിലെ ഒരു റൂട്ടീനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവര് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഹറിബറിയാണ്. രാവിലെ മെഡിറ്റേഷൻ ചെയ്യാനോ ബ്രെത്ത് വർക്ക് ചെയ്യാനോ ഒന്നും നേരെയില്ല, രാവിലെ തിരക്കാണ് എന്ന് പറയാറുണ്ട്. ശരിയാണ്, ആ ഒരു അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് രാവിലത്തെ സമയം അല്ലെ. അറിയാവുന്നതാണ്, എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ തിരക്കാണ്. അപ്പം ഈ തിരക്കിനിടയിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എല്ലാവരും ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനിടയിൽ ചിലർക്കെങ്കിലും ഒരു ടയേർഡ്നെസ്, ചില പരാജയങ്ങൾ, ചില താമസങ്ങൾ, പരാജയങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കാര്യങ്ങളിൽ ചില താമസം അനുഭവപ്പെടുക, ഡിലേ എന്ന് നമുക്ക് പറയാം. അതുപോലെ ചില തടസ്സങ്ങൾ, ഇതൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും അവർക്ക് തോന്നിയിട്ടുണ്ടാകാം നമ്മുടെ യാത്രയിൽ ഒരു ഹെവിനെസ്, ഒരു ഭാരം. മുന്നോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഒരു മെറ്റഫറായിട്ട് പറയുകയാണെങ്കിൽ ഓടാൻ ആകാത്ത വിധത്തിൽ കാലുകൾക്ക് ഭാരം തോന്നുക എന്ന് പറയും. അതുപോലെ ആ യാത്രയിൽ ചിലപ്പോഴെങ്കിലും ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടാകാം എപ്പോഴെങ്കിലും. അതല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് പിറകെ, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അതിനെപ്പറ്റി ആശങ്കപ്പെട്ടിട്ടുണ്ടാകാം, ഒരു കൺഫ്യൂഷൻ നമ്മളിൽ വന്നിട്ടുണ്ടാകാം, അല്ലെ? അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, ഈ പറയുന്ന കൺഫ്യൂഷൻസോ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു പരാജയങ്ങളോ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന ആ ഒരു കാലതാമസം, അല്ലെങ്കിൽ ആ ഒരു സമയം, ഇതൊന്നുമല്ല നമ്മളെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്ന മാനദണ്ഡം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് വളരെ സ്ലോ ആയിട്ടായിരിക്കാം നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതേ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. എന്നാൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല? ഇത്രയും ഞാൻ എഫേർട്ട് ഇട്ടിട്ട് എന്തുകൊണ്ട് ആ റിസൾട്ട് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇത്രയും സിൻസിയർ ആയിട്ട്, അല്ലെങ്കിൽ മറ്റാരെയും വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും എൻ്റെ ലൈഫിൽ വേദനകൾ കടന്നു വരുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ ചിലപ്പോഴെങ്കിലും ആ ഭാരവും തളർച്ചയും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ വീണ്ടും ആരംഭിക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 21-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഹെൽത്ത്, ഫൈനാൻസ്, റിലേഷൻഷിപ്പ്, കരിയർ ഒക്കെ സ്റ്റക്കായ ഒരു പെൺകുട്ടി, ആ സമയത്ത് ലൈഫ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഏത് ഭാഗത്താണ് പോസിബിലിറ്റി എന്നറിയാതെ സ്റ്റക്കായി നിന്ന ഒരു സമയം. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പല വാതിലുകൾ മുട്ടി, എന്താണ് അടുത്ത സ്റ്റെപ്പ്, അല്ലെ? എവിടുന്നാണ് ഹെൽപ്പ് കിട്ടുക എന്നിങ്ങനെ പല കാര്യങ്ങളിൽ അവര് എന്ത് ചെയ്യാണ്? സൊല്യൂഷൻസ് തേടി നടക്കുകയാണ്. എന്നാൽ പല സ്ഥലത്തുനിന്നും പല അഡ്വൈസസ് കിട്ടും, ചില കാര്യങ്ങൾ ശ്രമിക്കും, ആ ശ്രമത്തിനൊടുവിൽ ചിലപ്പോൾ പരാജയപ്പെടും. ആ പരാജയത്തിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഉപയോഗിച്ച് വീണ്ടും തുടങ്ങും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചില പരാജയങ്ങൾ അനുഭവപ്പെട്ടു, വീണ്ടും അവിടുന്ന് തുടങ്ങി. അങ്ങനെ 0-ൽ നിന്നും തൻ്റെ ലൈഫിനെ പതുക്കെ എന്ത് ചെയ്യാണ്? പടുത്തുയർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു റീസ്റ്റാർട്ട് എങ്ങനെ? ആ ഒരു യാത്രയിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 കാര്യങ്ങൾ. അതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 4 കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും: പോസ്, റെസ്റ്റ്, റീസെറ്റ്, റീസ്റ്റാർട്ട്. ഇതൊക്കെയാണ് പോസ്, റെസ്റ്റ്, റീസെറ്റ്, റീസ്റ്റാർട്ട്. ഒന്ന് പറഞ്ഞേ ആരെങ്കിലും, എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്? Pause, rest, reset and restart. അപ്പൊ ഒരു മന്ത്രവാക്യം പോലെ അവൾ അവളുടെ ലൈഫിൽ കൊണ്ടു നടന്ന ചില കാര്യങ്ങൾ. whenever she feel tired, ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് she take pause. She offered herself a deep rest and sit with herself and reset everything, and with power restart again.
So every pose give her more clarity for her next move എന്നുള്ളതാണ്. So whenever she feel tired, എന്താ ആള് ചെയ്തുകൊണ്ടിരുന്നത്? She take a pose. Consciously she take a pose. അപ്പൊ എന്താണ് ഈ പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതിയാക്കുക അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ബോധപൂർവമായിട്ട് ഒരു ഇടവേള എടുക്കുക. അല്ലെ, നമുക്കറിയാം ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സ് ആകെ മെസ്സി ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് നമ്മളുടെ ആ ഒരു ഗോളിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുപോലെ തോന്നുന്നു എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അതായത് ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് എന്റെ സറൗണ്ടിങ്സ് അതിന് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഐ ഫീൽ എന്താണ്, ഞാൻ വല്ലാതെ എക്സോസ്റ്റഡ് ആകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന് പൊതുവെ മെഡിറ്റേഷന് ആളുകൾ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആളുകളോ സാഹചര്യങ്ങളോ ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പീപ്പിൾസോ സിറ്റുവേഷൻസോ മാത്രമാണോ നമ്മൾ ഈ ഓവർവീൽഡ് ആകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ എക്സോസ്റ്റഡ് ആകുന്നതിന്റെ മെയിൻ ആയിട്ട് കാരണം ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? അല്ല, അത് മാത്രമല്ല, നമ്മുടെ അതിനോടുള്ള നമ്മുടെ സമീപനം ആണ്. നമ്മളത് ഏത് രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് അനുഭവിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. യെസ്, പൊതുവെ നമ്മൾ മെഡിറ്റേഷനിൽ പറയാറുണ്ട് നിങ്ങളുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഔട്ടർ വേൾഡ് എന്നല്ലേ. അപ്പോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിർത്താതെയുള്ള ഈ ഒരു ഓട്ടാണ്. ചിലപ്പോഴെങ്കിലും ദിശ മറന്നു പോയി കഴിഞ്ഞാൽ ആ ദിശ എന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് ചിന്തിക്കാൻ നമ്മൾ അവിടെ ഒന്ന് പോസ് ചെയ്യാതെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് തോന്നും? സറൗണ്ടിങ്സ് നമുക്ക് സപ്പോർട്ടീവ് അല്ല, എന്റെ ജീവിതം എനിക്ക് ഒട്ടും എന്താവുന്നില്ല, സപ്പോർട്ടീവായിട്ടിരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നക്കാരൻ ആരാണെന്നാ പറയുന്നത്? നിർത്താതെയുള്ള ഓട്ടമാണ് എന്നുള്ളതാണ്. തിരക്കു പിടിച്ചുള്ള ഓട്ടം. എങ്ങോട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റിലും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതി പൊതുവെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആ ഒരു പോസ് അല്ലെങ്കിൽ ഒരു സമാധാനം, നമ്മൾ പറയില്ല ബോധപൂർവമായിട്ടുള്ള ഇടവേള, നമ്മുടെ നിശ്വാസത്തിൽ പോലും ഇപ്പൊ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്തു അല്ലെ, ആ മെഡിറ്റേഷനിൽ ഓരോ വിശ്വാസത്തിനും ഇടയിൽ പോലും ഒരു ഇടവേള നമുക്ക് കാണാം. ഓരോ ദിവസത്തെയും രാത്രി സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഇടവേള, എല്ലാത്തിനെയും ഒന്നും കൂടി റീസെറ്റ് ചെയ്യാൻ, റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഇടവേള. എന്നാൽ നമ്മളിൽ പലരും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇമാജിൻ ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കുറേ ദൂരം ഓടിയിട്ടും ഉദ്ദേശിച്ച സ്ഥലം എത്തുന്നില്ല എന്ന് വിചാരിക്കും. ആ ഡ്രൈവർ എന്തായിരിക്കും ചെയ്യുക? ആൾക്ക് മനസ്സിലായി ഡയറക്ഷൻ എവിടെയോ തെറ്റിയിട്ടുണ്ട്. അപ്പോഴും മുന്നിൽ റോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിലൂടെ വീണ്ടും അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണോ ചെയ്യുക? അതല്ലെങ്കിൽ ഒരു ചെറിയ പോസ് എടുക്കുകയാണോ ചെയ്യുക? എന്താണ് ഒരു ഡ്രൈവർ ആ സമയം നമുക്ക് ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്ന കാര്യം? എന്താ ചെയ്യുക? വണ്ടി നിർത്തിയിട്ട് വഴി ശരിയാണോ, എങ്ങോട്ടാ പോകേണ്ടി എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത് വഴി ക്ലിയർ ആക്കും, വഴി മനസ്സിലാക്കും, എവിടെയാ തെറ്റിപ്പോയത് എന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാക്കും. കാരണം ദിശ അറിയാതെ വീണ്ടും വേഗത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി അവിടെ എന്താണെന്ന് നമുക്കറിയില്ല. ആ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ടുള്ള ചിലപ്പോഴെങ്കിലും ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, എന്തോ എന്നറിയില്ല, മനസ്സിലൊരു ഡാർക്ക്നെസ്, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്താണ്? ടേക്ക് എ പോസ്, ആസ്ക് യുവർ സെൽഫ് ആൻഡ് എക്സാമിൻ യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്നുള്ളതാണ്. അതായത് നമ്മളിലേക്ക് കുറച്ച് സമയം ഒന്ന് എന്ത് ചെയ്യാം, ഒരു ഇടവേള എടുത്ത് നമ്മളെ കേൾക്കാനായിട്ട് ഒന്ന് ടൈം എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞതുപോലെ, ഓടുന്ന ആ ഒരു ഓട്ടത്തിൽ നിന്നും കുറച്ച് അല്പനേരം നമ്മൾ എന്ത് ചെയ്യാണ്,
ഒന്ന് പിറകോട്ട് മാറി എന്താണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വൈ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനെ ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. പൊതുവെ നമുക്കറിയാം, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫ്യൂസ്ഡ് പറയുന്ന ഒരു കാര്യമാണ് തോട്ട്സ്. എൻ്റെ മനസ്സിലേക്ക് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ പറയാറില്ലേ? തോട്ട്സ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. എന്നാ യഥാർത്ഥത്തില് നമ്മൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണെന്നാ പറയുന്നത്, അല്ലേ? എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡിങ് യുവർ തോട്ട്സ് വിതൗട്ട് ലേബലിംഗ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ തോട്ട്സിന് പിന്നിലും ഒരു റീസൺ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ ഓരോ തവണ നമ്മുടെ ഉള്ളിൽ ആ ചിന്തകള് വീണ്ടും വീണ്ടും കടന്നു വരുമ്പോ ആ ചിന്തകൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ്, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ആ തോട്ട്സിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് റയാൻ ഹോളിഡേയുടെ ഒരു പുസ്തകമുണ്ട്, വിഘ്നം തന്നെ മാർഗവും എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പലരും. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ചിന്തകൾ ഒരിക്കലും നമ്മുടെ എനിമീസ് അല്ല. പകരം നമ്മളോട് സ്ഥിരമായിട്ട് അത് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ചില പാറ്റേൺസ്, നമ്മുടെ ഉള്ളിൽ ഇനിയും ഹീൽഡ് ആവേണ്ട ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ മുന്നോട്ട് നമുക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻ മനസ്സിലാവാത്തത്? അതിനുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് എവിടെ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്? നിങ്ങളുടെ ചിന്തക്കുള്ളിൽ തന്നെയുണ്ട്. കാരണം നമ്മൾ പ്രശ്നമായിട്ട് പറയുന്നതും നമ്മുടെ ചിന്ത തന്നെ. ആ പ്രശ്നത്തിൽ തന്നെയാണ് എല്ലാ സൊല്യൂഷനും ഉള്ളത്. അതിനർത്ഥം ചിന്തകളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ചിന്തകൾക്കുള്ളിൽ തന്നെ എല്ലാത്തിനും ഉത്തരവുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഇപ്പൊ നമ്മളെ യാത്രയിൽ ആകെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് മുന്നിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. വാട്ട് യു വോണ്ട് ടു ഡു? എന്താണ് എൻ്റെ ചിന്തകൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? വിതൗട്ട് നമ്മൾ അതിനെ പേടിച്ച് ഭയപ്പെട്ട് ഓടിപ്പോകുന്നതിന് പകരം എന്താണ് ഈ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരേപോലത്തെ പാറ്റേൺസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? സ്റ്റിൽ ഐ റിമെമ്പർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ദർ ഇസ് എ മൊഡാലിറ്റി, ഷാഡോ ഹീലിംഗ്. കേട്ടിട്ടുണ്ടോ അറിയില്ല. അത് പഠിക്കുന്ന സമയത്ത് എൻ്റെ സാർ മുന്നേ പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. നമ്മുടെ കൂടെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ പേടിച്ച് ഓടും തോറും അത് നമ്മൾ പിറകെ വരുന്നുള്ളതാണ്. ഒരു ദിവസം തിരിഞ്ഞു നിന്ന് ചോദിക്കുക, വാട്ട് യു വോണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടേ, വാട്ട് യു വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ എന്ന് ഒരു തവണ തിരിച്ചു ചോദിച്ചാൽ പ്രശ്നം അവിടെ തീർന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ നമ്മൾ ഓടി ഒളിക്കും തോറും നമ്മൾ എന്താവാണ്, അത് നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയുന്നത്? നമുക്ക് അങ്ങനെ ടയേർഡായിട്ട് തോന്നുമ്പോൾ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് നിങ്ങളോട് ചോദിക്കുക, എന്താ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ഈ പാറ്റേൺസ് എന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഇഫ് അത് നമുക്ക് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും പറ്റുന്നില്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേര് അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു അക്കാദമിയിൽ ഒരുപാട് ആളുകൾ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ക്യാൻ സീക്ക് ഹെൽപ്പ് ഫ്രം ദം, അല്ലെ? യെസ്. അപ്പോ എന്താണ് ഈ പോസിന്റെ ഇമ്പോർട്ടൻസ്? ആ ഒരു കോൺഷ്യസ് പോസ് എന്ന് പറയുന്നത്, ഇറ്റ് ക്രിയേറ്റ് എ സൈലൻസ്. ഇൻ ദാറ്റ് സൈലൻസ് യു ക്യാൻ കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ട്രൂ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും there you can find out every answer. Again ഞാൻ പറയാണ്, ഒരിക്കലും നമ്മുടെ ചിന്തകളോ ഇമോഷൻസോ they are not our enemies, they are messages. എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ചിന്തകൾക്കുള്ളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. സോ ആ ചിന്തകളെ കൃത്യമായിട്ട് കേൾക്കണം, മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആ ഒരു ഇന്നർ നോയ്സ് ഒന്ന് കുറഞ്ഞു കിട്ടണം. അതിന് നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളെ കേൾക്കാനായിട്ട് ഒരല്പസമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പോസ് എന്ന് പറയുന്നത് കൊണ്ട്
കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇടവേള. ആ ഇടവേള നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയൊരു സൈലൻസ്, ആ ഒരു നോയ്സസ് ഒക്കെ മാറിയിട്ടുള്ള ഒരു അവസ്ഥയിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ സെൽഫ്. നമ്മുടെ തോട്ട്സിനെ ഭയപ്പെടാതെ ഓരോന്നിനെയും മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയത് വെച്ച് നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും നമ്മൾ ആ പോസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ യു ഫൈൻഡ് ഔട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഒരു സൈലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ റെസ്റ്റ് ആണ് പറയുന്നത്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റെസ്റ്റ്. ഉറക്കം എന്നുള്ളത് മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത് റെസ്റ്റ്. ഉറക്കം മാത്രമല്ല റെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം റിക്കവറി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു റീചാർജിങ് ആണ് ശരിക്കും പറഞ്ഞ റെസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാണ് അറിയുന്നതൊന്ന് പറയാവോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്റ്റ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ റെസ്റ്റ്. മെഡിറ്റേഷൻ. പറഞ്ഞു മാം. മെഡിറ്റേഷൻ ഒന്ന്. അത് നമുക്ക് മെന്റൽ റെസ്റ്റ് എന്ന് പറയാം. ഫിസിക്കൽ റെസ്റ്റ്, മെന്റൽ റെസ്റ്റ്, ഇമോഷണൽ റെസ്റ്റ്, സ്പിരിച്വൽ റെസ്റ്റ്, ദെൻ സെൻസറി റെസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല ഉറക്കം, നല്ല ദീർഘമായിട്ടുള്ള ഡ്രീംലെസ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയും അതിന്. സ്വപ്നങ്ങളില്ലാതെ ഗാഢമായിട്ടുള്ള നിദ്ര. നമ്മുടെ ശരീരവും എല്ലാം ഒന്നും കൂടി റിക്കവറി ചെയ്തെടുക്കുന്നത് അതിലൂടെയാണ് എന്നാണ് പറയാം. മെന്റൽ റെസ്റ്റ്, ഞാൻ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇമോഷണൽ റെസ്റ്റ്, നമ്മുടെ ഉള്ളില് ഉള്ള ചില വേദനകൾ അല്ലെങ്കിൽ ചില ബേർഡൻസ്, അതിനെ നമ്മൾ സപ്രസ് ചെയ്ത് നമ്മളൊരു ബോൾഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മളെടുത്ത് എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഫീൽ ചെയ്യുന്ന കാര്യങ്ങള് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ലൈക്ക് നമുക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ കരയാനും സ്ക്രീം ചെയ്യാനും ഒക്കെ, അതായത് നമ്മൾ പറയില്ല നമ്മളോട് സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓക്കെ ആണ് എന്ന് പ്രെറ്റൻഡ് ചെയ്യാതെ, വാട്ട് യു ഫീൽ ഇൻസൈഡ് അതിനെ സപ്രസ് ചെയ്ത് വെക്കാതെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പോസിറ്റീവായിട്ടിരിക്കണം. ഓഫ് കോഴ്സ് പോസിറ്റീവായിട്ടിരിക്കണം, പക്ഷെ എങ്ങനെയല്ല, സപ്രസ് ചെയ്തുകൊണ്ടല്ല പോസിറ്റീവായിട്ടിരിക്കേണ്ടത്. പകരം റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ കാര്യങ്ങളെ, ആ ബേർഡനെ എന്താണെന്നുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെ പോസിറ്റീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് അതാണ്, ഞാൻ ബോൾഡാണ്, ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമ്മളെടുത്ത് ചില ഫേക്ക് പോസിറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ അംഗീകരിക്കാനും അതിനെ റിലീസ് ചെയ്യാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ ആണ് എന്ന് എന്നെ ധരിപ്പിക്കാൻ നോക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ അത് സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോ എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനെ മനസ്സിലാക്കാനും റിലീസ് ചെയ്യാനായിട്ടും തുടങ്ങുമ്പോഴാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാറുണ്ട്. സോ വാട്ട് യു ഫീൽ ഇൻസൈഡ് അതിനെ റിലീസ് ചെയ്യുക. കരച്ചിൽ വരികയാണെങ്കിൽ കരയുക തന്നെ ചെയ്യുക എന്നാണ് പറയുന്നത്. ആൻഡ് സ്പിരിച്വൽ റെസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നേച്ചറുമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുക, റീകണക്ട് വിത്ത് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു മെഷീൻ അല്ല. വി ഹാവ് ഇമോഷൻസ്. ആ ഇമോഷൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ഓണർ ചെയ്ത് റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇമോഷൻസ് എപ്പോഴും നമുക്ക് ഭയമാണ്, ചില ഇമോഷൻസ്, അല്ലെ? നെഗറ്റീവ് ഇമോഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ ഇമോഷൻസിനെ പോലും ഏറ്റവും നല്ല സുഹൃത്തായി കാണാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ചുവടിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല, ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വലിയ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേ ഇമോഷൻസ് ആയിരിക്കും, ഇതേ തോട്ട്സ് ആയിരിക്കും എന്നർത്ഥം. സോ റെസ്റ്റ്. ഇപ്പൊ പോസ് ചെയ്യുക,
എന്താണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? സൈലൻസ്. റെസ്റ്റ് ചെയ്യുക, റീചാർജ് യുവർ സെൽഫ്. ഇനിയോ റീസെറ്റ് അല്ലെ? നമ്മൾ ആദ്യം നമ്മളെ പോസ് ചെയ്ത് നമ്മളെ തന്നെ കേട്ടു. എന്താണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഐ വോണ്ട് ആക്ച്വലി, എനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് ടേക്ക് ഇനഫ് റെസ്റ്റ്, നമ്മളെ തന്നെ റീചാർജ് ചെയ്യുന്നു. മൂന്നാമതായി എന്താ പറയുന്നത്? റീസെറ്റ്. പുതിയ ബോധത്തോടെ നമ്മുടെ യാത്ര പുനഃക്രമീകരിക്കുക. എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും നമ്മളെ പറ്റിയിട്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു നോക്കുക, ഒരു 6 months കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എന്തായി കാണണം, ഏതവസ്ഥയിൽ, എത്രമാത്രം പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് 6 months അപ്പുറത്ത്. ഇപ്പോ ഈ ജൂണില് ഇന്ന് 3-ാം തീയതി അല്ലെ? ഡിസംബർ മാസത്തിന് മുന്നേ വരെ നിങ്ങൾക്ക് കറക്റ്റ് 6 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 6 months വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 months യു ക്യാൻ ഫൈൻഡ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. ഫ്യൂ വർക്ക്, ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കിലൂടെ. അങ്ങനെയെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ 2027 എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്തായിട്ട് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ, എന്താണോ ഔട്ട്പുട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ, എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് അവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ മെഡിറ്റേഷനിൽ ഒരു പോർഷൻ വരുന്നത് മാസ്റ്റർ യുവർ 5 senses എന്ന് പറയും. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ മാസ്റ്റർ ചെയ്യാണ്. നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, സ്മെൽ ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത് എല്ലാം കോൺഷ്യസ്ലി, ചൂസ് വൈസ്ലി എന്നുള്ളതാണ്. എന്താണോ എൻ്റെ ഔട്ട്പുട്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്, അതിന് മതിയായത് എന്താണോ അതാണ് ഞാൻ എനിക്ക് കോൺഷ്യസ്ലി സെലക്ട് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് എനിക്ക് എന്ത് വേണം? ആ ഔട്ട്പുട്ട് വേണം. സോ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 6 months അപ്പുറത്ത് അതിന്റെ ഫ്രൂട്ട് എനിക്ക് കിട്ടുന്നുള്ളതാണ്. സോ എന്താണ് ഔട്ട്പുട്ട്, അതിന് കൃത്യമായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കാനായി നമ്മൾ നമ്മളെ സജ്ജരാക്കുക. ആ രീതിയിൽ നമ്മളെ പുനഃക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് റീസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിലീഫ് സിസ്റ്റം അല്ലെ, നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ്, പാറ്റേൺസ്, ഇവ എൻ്റെ ഔട്ട്പുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ക്യാൻ ക്യാരി ദാറ്റ്, ഇല്ലെങ്കിൽ യു മസ്റ്റ് റിലീസ് ദാറ്റ് എന്നുള്ളതാണ്. ഓരോ ഇമോഷൻസ് കടന്നു വരുന്ന സമയത്ത്, ഓരോ തോട്ട്സ് വരുന്ന സമയത്തും ഇസ് ഇറ്റ് റിയലി സപ്പോർട്ടിങ്? സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഇറ്റ് വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്, എന്താണ് എന്നോട് അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എല്ലാം ചോദിക്കാനും മനസ്സിലാക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ടേക്ക് ദറ്റ് ഇനീഷ്യേറ്റീവ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം, വാട്ട് ഐ നീഡ് ടു ലെറ്റ് ഗോ. ഇപ്പോ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഞാൻ വേണ്ടാതെ അല്ലെങ്കിൽ ഭാരമായിട്ട് പിടിച്ചു നിൽക്കുന്ന എന്തെങ്കിലും എന്നിൽ നിന്ന് റിലീസ് ചെയ്യാനുണ്ടോ? എൻ്റെ യാത്ര കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഞാൻ എന്നിൽ നിന്ന് ഇറക്കി വെക്കേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. ആ ഒരു സമയത്ത്, റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പുനഃക്രമീകരിക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പാറ്റേൺസും ഒക്കെ തന്നെ. അപ്പോ നമുക്കറിയാം, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും, ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ള ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണെന്ന് പറയാറുണ്ട് അല്ലെ? ആ പറഞ്ഞ പോലെ നമ്മുടെ ഫിൽറ്റർ ആവശ്യമെങ്കിൽ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് അതിനവിടെ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഫിൽറ്ററിന്റെ ഡ്യൂട്ടി എന്ത് ചെയ്യാണ്? ക്ലീൻ ചെയ്തെടുക്കലാണെങ്കിൽ ആ ഫിൽറ്ററിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് റീസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പോസ്, ടേക്ക് എ സൈലൻസ്, സ്റ്റെപ്പ് ബാക്ക്,
ഇഫ് യു ഫീൽ ടയേർഡ്, സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ലിസൺ യുവർ സെൽഫ്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലിസൺ ചെയ്യാം. ദെൻ റെസ്റ്റ്, ടേക്ക് ഇനഫ് റെസ്റ്റ്. ആ റെസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള മെന്റൽ നോയ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്ലട്ടേർഡ് ആയിട്ടുള്ള ആ ഒരു നോയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ദെൻ ആഫ്റ്റർ റീസെറ്റ് എവറിത്തിങ്. സിറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ട് ഇരുന്നിട്ട് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുക വാട്ട് യു വോണ്ട്. എന്താണ് നെക്സ്റ്റ് എനിക്ക് വേണ്ടത്? എന്താണ് അതിനെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്? എന്തൊക്കെ ഇൻപുട്സ് ആയിരിക്കണം ഞാൻ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് വേണ്ടി കൊടുത്തിരിക്കേണ്ടത്? ദെൻ ദ ലാസ്റ്റ് വൺ, റീസ്റ്റാർട്ട്. വീണ്ടും തുടങ്ങും. പുതിയ ബോധം, പുതിയ ചിന്തയോട് കൂടിയിട്ട് വീണ്ടും തുടങ്ങാനായിട്ടുള്ള ആ ഒരു ധൈര്യം. അപ്പൊ നമ്മൾ ഈ കറേജ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഭയം ഇല്ലാത്ത ഒരു അവസ്ഥയെയല്ല നമ്മൾ കറേജ് എന്ന് പറയുന്നത്. ഭയം ഉണ്ടാകാം, എന്നാ ആ ഭയം എന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് എന്നും അതൊരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല എന്ന് തിരിച്ചറിഞ്ഞ് വളരെ അവയർനെസ്സോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാം. എപ്പോഴും ആളുകൾ പറയുന്നത് എനിക്ക് ഫിയർ ആണ്. ഫിയർ എന്ന് പറയുന്ന ഇമോഷൻസിനെ പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എന്ത്? ഭയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അവയർനെസ്സോട് കൂടി നമ്മുടെ ഈ ലോകത്തെ പറ്റി വളരെ അവയർനെസ്സോട് കൂടി കാര്യങ്ങൾ ചെയ്യാനായി നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് ഭയം. പക്ഷെ അതിന്റെ തീവ്രത മാറിപ്പോയപ്പോ നമ്മൾ അത് എഫക്ട് ചെയ്യുന്ന രീതിയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ ഭയക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? ആ ഭയത്തിലും തന്നെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത ഓരോ ആക്ഷൻ, ഓരോ ദിവസവും 1% ഒറ്റയടിക്ക് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് റിസൾട്ടിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മളെ ഈ യാത്രയിൽ ടയേർഡ് ആക്കുന്നത്. സോ ഇമാജിൻ ഒരു സീഡ് നമ്മൾ നട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതിനകത്ത് ഇപ്പൊ നിങ്ങളൊരു മാവ് തൈ നട്ടുകൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ മാവിന്റെ തൈ നടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒരു മാങ്ങയല്ല അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? ഒരുപാട് നല്ല മധുരമുള്ള ഒരുപാട് മാങ്ങകൾ നമുക്ക് കുട്ട നിറയെ പിറക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നാൽ അതിന് വളരാനും പാകമാകാനും അല്ലെ ഒരു സമയം, അതിന് പൂക്കാനും പാകമാകാനും കായ് പാകപ്പെട്ടെടുക്കാനും ഒക്കെ തന്നെ ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് വി ഓൾ, നമുക്ക് എല്ലാവർക്കും ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചേസ് ചെയ്യും തോറും അത് ദൂരേക്ക് പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു മരത്തൈ നട്ടിട്ട് പെട്ടെന്ന് അതിനകത്തുനിന്ന് നമുക്ക് ഫലം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ ചുവട്ടിൽ വീണ്ടും വീണ്ടും വെള്ളം കൊണ്ട് ഒഴിച്ചാൽ എന്ത് സംഭവിക്കാം? നമുക്കറിയാം അല്ലെ? എന്താ സംഭവിക്കാം? ചീഞ്ഞു പോകും. പറഞ്ഞു എന്താണ്? ചീഞ്ഞു പോകും അതിന്റെ വേരൊക്കെ കൂടുതൽ വെള്ളമായിട്ട്. ആ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്രമങ്ങൾ എങ്ങനെയായിരിക്കണം? കൃത്യമായിട്ടുള്ള സമയത്ത് അതിനെ എന്ത് ചെയ്യാണ്? പരിപാലിച്ചുകൊണ്ട്, അതിനെ ഉപദ്രവിച്ചുകൊണ്ടല്ല, പരിപാലിച്ചുകൊണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 4 വാക്കുകൾ, വെറും വാക്കുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി വെൻ യു ഫീൽ ടയേർഡ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാൾ ടയേർഡ് ആയിട്ട് വരുന്ന സമയത്ത് വാട്ട് നെക്സ്റ്റ്? ടേക്ക് എ പോസ്. ഓടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒന്ന് നിങ്ങളെ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളെ കേൾക്കാനായിട്ട് നിങ്ങളെ സജ്ജമാക്കുക. Then what we want to do next? Take enough rest. Reset again. നിങ്ങളെ ഫിൽട്ടർ അഥവാ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവും നിങ്ങളുടെ പാറ്റേൺസ് ഒക്കെ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്ത് നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളിനനുസരിച്ച് നമ്മളെ വീണ്ടും എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും നമ്മളെ ലൈഫിൽ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പോസ്, ലിസൺ ഇൻവേർഡ്, റെസ്റ്റ്, റീചാർജ് യുവർ സെൽഫ്, റീസെറ്റ്, അപ്ഡേറ്റ് യുവർ സെൽഫ്.
ബിക്കോസ് നമുക്കറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അതിനുള്ളിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആയിട്ടില്ല എങ്കിൽ വി കാൺ പെർഫോം എന്നുള്ളതാണ്. സിസ്റ്റം എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സോ റീസെറ്റ്, അപ്ഡേറ്റ് യുവർ സെൽഫ്, റീസ്റ്റാർട്ട് വിത്ത് പവർ, സ്റ്റാർട്ട് അഗെയിൻ. ഓക്കെ, ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. മാം, യെസ്, രാവിലെ നല്ല മെസ്സേജാണ് അവസാനം പറഞ്ഞ ആ ഒരു സമ്മറൈസ് ചെയ്തത്. പോസ്, ലുക്ക് ടു ഇന്നർ സെൽഫ്, റീസെറ്റ്, rest, recharge self and reset, update self and restart with power. സോ അതിനകത്ത് തന്നെ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. സോ വെരി ഗുഡ് മെസ്സേജ് ടു റീതിങ്ക്. നമ്മളെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിൽ ഇത് ആവശ്യമാണെന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് റിയലി വെൽ. Thank you very much. Very good to recharge ourselves and start all over again. Thank you. Thank you, ma'am. Have a great day. Thank you. You too. ഗുഡ് മോർണിംഗ് മാഡം. Good morning. നല്ലൊരു സെഷൻ. Yes, sir. നമ്മൾക്ക് ആവുന്ന കാര്യങ്ങള്, നമ്മള് ഓർക്കാത്ത കാര്യങ്ങള് ഒന്ന് റീചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്ത് തന്നു. വളരെ നല്ല സെഷൻ, വളരെ നല്ല പ്രസന്റേഷൻ. Thank you, sir. അവസരത്തില് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കൺസൾട്ടിങ് റൂമില് ഈ +2 എക്സാമിനേഷൻ തുടങ്ങിയ ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ തോറ്റുപോകും, ഞാൻ 2 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, മാറിപ്പോയി, എഴുതിയത് മാറിപ്പോയി, ഭയങ്കര വളരെ എന്താ അത് അങ്ങ് ഞാൻ ആ മോളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ ഒരു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സാരമില്ല, ഇനി കിടക്കുന്ന ഒരു എക്സാമിനേഷൻ ഇനിയും കിടപ്പുണ്ട്, അപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സുകൾക്ക് അത് പിന്നെ ഇത് ചെയ്താൽ മതി, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഇത് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട്, മോൾ ഇന്നിനി ഒന്നും മോള് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സെഡേറ്റീവ് കൊടുത്ത്, ഇന്നൊന്നും പഠിക്കരുത്, ഇന്ന് വീട്ടിൽ ചെന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ അവിടെ അച്ഛൻ്റെ അമ്മയുടെയും പറഞ്ഞു ഒന്നും വിളിക്കരുത്, തന്നെത്താനെ ഉണരട്ടെ, തന്നെത്താനെ ഉണർന്നിട്ട് അവള് നാളെ വായിച്ചോളും, അപ്പം സാരമില്ല എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോഴേ കുറെ മിഠായിയൊക്കെ ഇട്ട് വന്ന്, പിന്നെ ഡോക്ടറെ എനിക്ക് എല്ലാത്തിനും A+ ഉണ്ട്, വളരെ സന്തോഷമായിട്ട് വന്ന. അത് മിക്ക ദിവസങ്ങളിലും എക്സാം ദിവസം ആ കുട്ടി വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഗതികൾ പറഞ്ഞപ്പോൾ ഞാനത് ഓർത്ത്, ഈ വലിയ സ്ട്രെയിൻ എടുക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കുക, ചിന്തകളെ ഒന്ന് കടിഞ്ഞാനിടുക, റീസെറ്റ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. അത് ആ കുട്ടി വളരെ ഭംഗിയായിട്ടത് ചെയ്തു എന്നുള്ള
വളരെ സന്തോഷമായിട്ട് അത് വന്ന് കുറേ നേരം ഇരുന്ന് അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ വന്ന് കാര്യമൊക്കെ സന്തോഷമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് മിഠായിയൊക്കെ തന്ന് ആയിട്ടാണത് പോയത്. അപ്പോൾ ഇത് പറഞ്ഞ അവസരത്തിൽ ഇത് വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതിൻ്റെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ അത്രയും ആ 4 പോയിന്റിൽ പറഞ്ഞെടുത്തു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Steffi ma'am. ഗുഡ് മോർണിംഗ് സർ. Chandra ma'am, 1 minute, sorry. Sadly, sir. Continue. വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മള് എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക്, എവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത്, എവിടെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയിൽ. സാധാരണ ഇതൊരു ശരിക്കും മാം പറഞ്ഞത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, തളരുന്നുണ്ട്, നമ്മള് റെസ്റ്റ് എടുക്കുന്നുണ്ട്, വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നുണ്ട്. എങ്കിലും ഇത് നമ്മള് മൈൻഡിലേക്ക് ഒരു അവയർനെസ്, ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു സെൽഫ് അഫർമേഷനും കൂടെ നമ്മൾ കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 4 പോയിന്റുകൾ, 4 ടൂളുകളായിട്ട് ഇത് നമുക്ക് മാറ്റാം. നല്ല അടിപൊളി സെഷൻ, കൂടുതൽ എനർജിയോടെ, കൂടുതൽ ബൂസ്റ്റപ്പോടെ നമുക്ക് ലൈഫിനെ ഒന്നും കൂടെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റും. എന്തായാലും അടിപൊളി സെഷൻ. താങ്ക് യു. താങ്ക് യു സർ. Good morning, Steffi ma'am. ഞാൻ അൻസാർ സർ എന്റെ പകുതി വാക്കുകൾ സ്റ്റീൽ ചെയ്തു. റിയലി ഞാൻ മാം പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സോ മെനി തിങ്സ് വി ഡോണ്ട് ഡു കോൺഷ്യസ്ലി. നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ട് ഫീൽ ചെയ്തത് നമ്മുടെ ഈ മെന്റലി കോൺഷ്യസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ, ഈ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ ഈ 4 സ്റ്റെപ്സും നമുക്ക് എത്രമാത്രം പ്രാക്ടിക്കലി കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് വി ആർ ഡൂയിങ് ഇറ്റ്. ബട്ട് അത് വിത്തൗട്ട് അവർ നോളജ്. മേ ബി ഇത് ആലോചിച്ചിട്ട് വളരെ വിത്ത് കോൺഷ്യസ്നെസ് ഇഫ് യു ഡു ഇറ്റ്, അതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നത്. എനിവേ താങ്ക് മിഷൻ അവയർനെസ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞപ്പോഴും ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അറിയുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. പിന്നെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. എനിവേ ഈ കുറച്ച് ആൾക്കാർ, നമ്മൾ കേട്ട ആൾക്കാർ നമ്മുടെ റിയൽ ലൈഫിൽ ട്രൈ ചെയ്ത് വി ക്യാൻ ട്രൈ ടു ഇംപ്രൂവ് അവർ സെൽഫ് ആൻഡ് ബിഗിൻ അഗെയിൻ. താങ്ക് യു മാം. താങ്ക് യു മാം. Okay, thank you dears. Thank you so much. Have a great day. താങ്ക് യു സ്റ്റെഫി മാം. നല്ല സെഷൻ ആയിരുന്നു. എല്ലാവർക്കും വരും സ്ട്രക്ക്. എത്ര മനസ്സിന് കട്ടിയുള്ളവരായാലും ഇടയ്ക്കൊരു ഡൗൺ ഒക്കെ വരാറുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ. മാം പറഞ്ഞ ആ ഒരു 4 ഇതുകൾ ഒരു മന്ത്രം പോലെ നമ്മൾ എപ്പോഴും ആലോചിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ അവിടെ ചേർത്ത് പറയാണ്. പൊതുവെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഇപ്പൊ നിങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിലും അറിയാം, പലപ്പോഴും അവര് ഇമോഷൻസിനെ എന്താ പറയാ, നമ്മളൊരു ഇമോഷണൽ ബീയിങ് ആണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്ന് നമ്മളെ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീലിങ്ങിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കാനും അതിനെ റിലീസ് ചെയ്യാനും, അതിനെ പ്രഷർ കൊടുത്ത് നമ്മൾ ഒരു എന്താ പറയാ ഓക്കെ ആണ്, സ്ട്രോങ് ആണ് എന്നുള്ളൊരു പ്രെറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് സപ്രഷനായിട്ട് മാറുകയാണ് പലപ്പോഴും. അപ്പോൾ നമ്മളത് എന്താ പറയാ റിലീസ് ചെയ്തിട്ട് നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് നമുക്കതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് എന്താണ് കുറച്ചും കൂടി. കാരണം ഈ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം. ഞാൻ വളരെ പോസിറ്റീവാണ്, ബോൾഡാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ
ചില സമയങ്ങളിൽ ബേൺ ആകുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ശരിക്കും റിലീസിങ് ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ മുതൽ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്, പലതവണ വീണ് എഴുന്നേക്കുക എന്നുള്ളതാണ്, ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ അല്ലേ? സോ എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you. Thank you. Have a good day, everyone. Thank you. Good day to everyone.